ഹായ് ഗായ്സ്, ക്രൈസി മലയാൾസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും ചേട്ടനും കൂടെ ഇന്ന് ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം നഗരത്തിലെ ലൈറ്റ്സും ഡെക്കറേഷൻസും ഒക്കെ കാണാൻ വേണ്ടി രാത്രി ഇറങ്ങിയതാണ്. അപ്പോൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗമായിട്ടുള്ള പാളയത്ത് നിന്നാണ് ഈ കാഴ്ചകളൊക്കെ ഞാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പാളയം പള്ളിയുടെ മുന്നിലുള്ള കാഴ്ചകളൊക്കെയാണ് ഇതൊക്കെ. അവിടെയും കുറേ സെൽഫി സ്പോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് പാളയം LMS കോമ്പൗണ്ടിലാണ് കേട്ടോ. സാധാരണ എല്ലാ വർഷവും ഇവിടെ ലൈറ്റ്സ് ഒക്കെ ഇടാറുണ്ടെങ്കിലും എല്ലാ വർഷത്തേക്കാളും കൂടുതൽ ലൈറ്റ്സ് ഇത്തവണ ഇട്ടിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ കനോക്കുന്നിലൊക്കെയാണ് ഇതുപോലത്തെ കാഴ്ചകളൊക്കെ സാധാരണ കാണാറുള്ളത്. ഇത്തവണ LMS കോമ്പൗണ്ടിൽ കേരള ഗവൺമെൻറ്റും ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഒരു ഫെസ്റ്റ് നടത്തുന്നുണ്ട്, ട്രിവാൻഡ്രം ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കൂടുതൽ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസിൻ്റെ മെയിൻ അട്രാക്ഷനായിരുന്നു തിരുവനന്തപുരത്ത് LMS കോമ്പൗണ്ടിലുള്ള ഈ കാഴ്ചകളൊക്കെ. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് ഞാനും ചേട്ടനും വന്നിട്ടുള്ളത്. ഇവിടെ ഏകദേശം 5000 നക്ഷത്രങ്ങളാണ് ഇത്തവണ തൂക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നക്ഷത്രങ്ങൾ ഒരുമിച്ച് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഭയങ്കര സന്തോഷവും അതുപോലെ നല്ല ഭംഗിയുമായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നമ്മൾ പാസ്സൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരാൾക്ക് 100 രൂപയാണ് ടിക്കറ്റ്. കേരള ടൂറിസവും CSI സഭയും ചേർന്നാണ് ഈ ഒരു ഫെസ്റ്റ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ CSI സഭ അംഗങ്ങൾക്കായിട്ട് 50 രൂപ ഡിസ്കൗണ്ട് കൂപ്പൺ നമുക്ക് പള്ളികളിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഒരാൾക്ക് 50 രൂപയുള്ളൂ. അപ്പോൾ ഈ ടിക്കറ്റിൽ കുറച്ച് സെലിബ്രിറ്റീസിൻ്റെയൊക്കെ പ്രോഗ്രാംസ് ഉള്ളതൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണാം. സാധാരണ എല്ലാ വർഷവും ഇതുപോലെ ലൈറ്റ്സ് ഒക്കെ ഇടാറുണ്ടെങ്കിലും ഇത്തവണ ഈ ഒരു ഫെസ്റ്റായിട്ട് നടത്തുന്നതുകൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു നമുക്ക് ഉള്ളിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഇതായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു കാരുണ്യ സ്റ്റാളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഒരു കളക്ഷൻ ചാരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റാളായിരുന്നു. അവിടെ നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇത്തവണ ഏറ്റവും അവിടുത്തെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ക്രിസ്മസ് ട്രീ തന്നെയാണ്. ഏകദേശം 4 നില കെട്ടിടത്തിൻ്റെ ഹൈറ്റിലായിരുന്നു ഈ ഒരു ക്രിസ്മസ് ട്രീ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ഇത്രയും വലിയ ക്രിസ്മസ് ട്രീ വേറൊരിടത്തും കാണാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് മുന്നോട്ട് നടന്നു കേട്ടോ. ഇവിടുത്തെ പോളിയോ ഹോമിൻ്റെ അകത്തുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. അതിന് ചുറ്റും ഇതുപോലെ ബൈബിളിലുള്ള കുറേ സ്റ്റോറീസും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഓരോ ഫ്ലക്സുകളാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ പടങ്ങളും അതിലുള്ള ഡീറ്റെയിൽസും ഒക്കെ അവർ ഒരു ചെറിയ ബോർഡിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ നേഴ്സിംഗ് ഹോമിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെയാണ്. ഇവിടെ കാരക്കോണം മെഡിക്കൽ കോളേജിൽ നിന്ന് ഉള്ള കുറച്ച് എക്സിബിഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊന്നും കാണാൻ വയ്യാത്തത് ഞാൻ പുറത്തിറങ്ങി. അപ്പം ഹ്യൂമൻ ബോഡി അതൊക്കെയായിരുന്നു അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചേട്ടനൊക്കെ പോയി കണ്ടിട്ട് വന്നു. അവിടെ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഉള്ള കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. അവിടെ കുറേ വൈനൊക്കെ വിൽക്കുന്ന ചെറിയ സ്റ്റാളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് വൈനും കേക്കും ഒക്കെ ഞാനും ചേട്ടനും വാങ്ങിച്ച് കഴിച്ചു. അവിടെ ഇവിടെ ആയിട്ട് കുറേ സാന്താക്ലോസിൻ്റെ രൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ക്രിസ്മസ് പാപ്പമാരുടെ അടുത്തുനിന്നൊക്കെ നമ്മൾ നിന്ന് കുറേ സെൽഫിയൊക്കെ എടുത്തായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു സെൽഫി സ്പോട്ട് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ട്രിവാൻഡ്രം ഫെസ്റ്റ് എന്നൊക്കെ എഴുതിയിട്ട്. അപ്പോൾ അവിടെ നിന്ന് മുന്നോട്ട് നടന്നപ്പോഴാണ് ഈ ഒരു മഞ്ഞുമല കണ്ടത്. നിറയെ പഞ്ഞികളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു മഞ്ഞുമല അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ ഒരു ഗുഹ പോലെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല രസമായിരുന്നു ഈ ഗുഹയ്ക്കകത്തൂടെ നടക്കാനായിട്ട്. കാരണം ഇതൊരു കുത്തനെ ഇറക്കമായിരുന്നു കേട്ടോ. നമ്മൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നമ്മൾ വീഴാൻ പോകുന്ന പോലെ നമുക്ക് തോന്നും. അപ്പം എനിക്കും ചേട്ടനും അത് ഭയങ്കര രസമായിട്ട് തോന്നി അതിൻ്റെ അകത്തൂടെ നടക്കാനായിട്ട്. അപ്പോൾ അവിടെ നമ്മൾ പുറത്തിറങ്ങുമ്പോഴാണ് ഈ ഒരു ചെറിയ ഒരു പുൽക്കൂടിൻ്റെ സെറ്റപ്പൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു അരുവിയൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ല രസമായിരുന്നു കാണാനായിട്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ പുൽക്കൂടും അത്യാവശ്യം നല്ല വലിപ്പമുള്ള പുൽക്കൂടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് കടന്നു കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഈ ഒരു ഒട്ടക പക്ഷികളെയൊക്കെ കണ്ടത്. ഇവിടെ കുറച്ച് പക്ഷികളെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 ഓസ്ട്രിച്ചുകൾ നല്ല ആരോഗ്യമുള്ളതായിരുന്നു കേട്ടോ. ആളുകളെയൊക്കെ കാണുമ്പോൾ അത് ഇങ്ങോട്ട് വന്ന് കൊത്താനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെയാണ് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് കേട്ടോ. നല്ല രസമായിരുന്നു അത് നേരിട്ട് കാണാനായിട്ട്. അത് ഭയങ്കരമായിട്ട് ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോയപ്പോഴാണ് ഈ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ബേഡ്സ് കേജിൻ്റെ അകത്ത് കയറി ഇതുപോലെ നിറയെ പക്ഷികളായിരുന്നു കേട്ടോ. നിറയെ ലവ് ബേഡ്സും അതുപോലെ തന്നെ പ്രാവുകളും എല്ലാം ഒരുമിച്ചിട്ടിട്ടുള്ള വലിയൊരു കൂടാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ലൈവായിട്ടിങ്ങനെ അതിൻ്റെ ഉള്ളിൽ ചെന്ന് അതിനെയൊക്കെ അടുത്ത് കാണുമ്പോൾ ഉള്ളൊരു ഫീൽ ഉണ്ടല്ലോ, ഭയങ്കര രസമായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീടുകളിലൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും എന്ന് എനിക്ക് അപ്പോഴാണ് തോന്നിയത് കേട്ടോ. നമുക്ക് അടുത്ത് തന്നെ ഇതിൻ്റെ അടുത്തൊക്കെ പോയി അതുമായിട്ട് കുറേ നേരം ഇടപഴകാൻ നമുക്ക് പറ്റുമല്ലോ.
ഇതൊക്കെ നേരിട്ട് കാണാനായിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. എപ്പോഴും ഈ കിളികൾ ഈ റൂമിൻ്റെ അകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറന്ന് നടക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ അതുകൊണ്ട് നേരിട്ട് കണ്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നി. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ 4-ാം തീയതി വരെയാണ് ഈ ഒരു ട്രിവാൻഡ്രം ഫെസ്റ്റ് നടക്കുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ ഇവിടെ നേരിട്ട് വന്ന് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിറയെ പ്രാവുകളൊക്കെയാണ് ഇരിക്കുന്നത്. അതിനൊന്നും പറന്ന് കിടക്കണമെന്നൊന്നുമില്ല കേട്ടോ. അതൊക്കെ അവിടെ ആയിട്ട് വെറുതെ ഇരിക്കുകയായിരുന്നു. ആളുകളൊക്കെ വന്ന് അതിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, അതിൻ്റെ അടുത്ത് പോയി തന്നെ കയ്യിലൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നല്ല ഒരു അവസരമായിരുന്നു കേട്ടോ ഈ ഒരു ഫെസ്റ്റ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ കാണുന്നത്. അപ്പോൾ ഇത്രയും കിളികളെ ഒരുമിച്ച് നമുക്ക് കാണാനും പറ്റും, അതുകൊണ്ട് അടുത്ത് കയ്യിലൊക്കെ നമുക്ക് എടുക്കാനും പറ്റും. അങ്ങനെ ഭയങ്കര രസമായിരുന്നു. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പലരും ഇതിൻ്റെ കൂടെ നിന്നായിരുന്നു ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് അല്ലാതെ അനിമൽസിനെയൊക്കെ പെറ്റ്സിനെയൊക്കെ കയ്യിൽ വെച്ചെടുക്കുന്ന സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ സെപ്പറേറ്റ് പൈസ കൊടുക്കണം, എന്നാലേ അത് കയ്യിൽ വെച്ച് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അത് നല്ല ഭംഗിയുള്ള കിളികളും പാരറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ചെറിയ പാമ്പും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനതൊക്കെ അധികം വീഡിയോയിൽ എടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെയും കുറേ പ്രാവുകളൊക്കെ ഇരിക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള 2 പാരറ്റ്സ് ആയിരുന്നു. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ മുന്നോട്ട് നടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയ ദിവസം അല്പം തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ. കാരണം ഇവിടെ അന്ന് സ്റ്റീഫൻ ദേവസിയുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതായത് കാണാനായിട്ടാണ് ആളുകളെല്ലാം വന്നിട്ടുള്ളത്. ശേഷമാണ് ഞാൻ ട്രിവാൻഡ്രത്ത് വരുന്നത്. സോ താങ്ക് യു സോ മച്ച്. എവിടെ വരാൻ കഴിഞ്ഞാൽ ഏതാ ഇല്ലടേ, കഴിഞ്ഞ മാസം വന്നില്ല. വന്നോ? എവിടെയാണ് വന്നേ? വന്നോ? കഴിഞ്ഞ മാസം വന്നോ? ഇല്ലടാ, എന്നെ മാതിരി വേറെ ആരില്ലായിരിക്കും. അപ്പോൾ ഈ പ്രോഗ്രാമൊക്കെ കണ്ട് ഞാനും ചേട്ടനും കുറേ നേരം അവിടെ നിന്നു. അപ്പോഴാണ് ഇവിടുത്തെ ഫുഡ് കോർട്ടിൽ പഴംപൊരിയും ബീഫും എഴുതിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്ക് ഇവിടെ ഉണ്ട്. ആളുകളെല്ലാം എല്ലാ പ്രായത്തിലുള്ളവരും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും നല്ലൊരു വൈബിലായിരുന്നു, നല്ലൊരു മ്യൂസിക് മൂഡായിരുന്നു അവിടെ. ഇവിടെ കുട്ടികൾക്ക് വേണ്ടി നിറയെ റൈഡ്സും ഗെയിംസും ഒക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ലൊരു ഫെസ്റ്റിവൽ മൂഡ് തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കൂടുതൽ ആളുകളും ഈ ഒരു മ്യൂസിക് ഷോ കാണാനായിട്ടായിരുന്നു തിരക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ട്. ഞാനും ചേട്ടനും അവിടെ കുറേ നേരം കറങ്ങി നടക്കുകയായിരുന്നു. ഏകദേശം 2 മണിക്കൂർ നമ്മൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെയും കുറേ ഗെയിംസൊക്കെ കുട്ടികൾക്ക് വേണ്ടിയൊക്കെ ഒരുക്കിയിട്ടുണ്ട്.
പിന്നെ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വിൽക്കുന്ന സ്റ്റാളുകളൊക്കെ ഉണ്ടായിരുന്നു. കൂടുതലും വീട്ടിലത്തേക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ അവിടെ നമ്മൾ മുന്നോട്ട് പോയപ്പോൾ ഫ്രീ ആയിട്ട് ബൈബിളൊക്കെ കൊടുക്കുന്ന ഒരു സ്റ്റാളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനും ചേട്ടനും കൂടെ ഇവിടെ ഹൽവ വിൽക്കുന്ന സ്റ്റാളിലാണ് കേട്ടോ പോയത്. ഒരുപാട് വെറൈറ്റി ഹൽവയൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ചേട്ടൻ അരിയുടെ ഹൽവയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാനും ചേട്ടനും കൂടെ അവിടെ നിന്ന് ഹൽവയൊക്കെ വാങ്ങിയിട്ട് കുറേ നേരം ഈ ഒരു മ്യൂസിക് ഷോ തന്നെ കണ്ട് നിൽക്കുകയായിരുന്നു. ഒത്തിരി പേര് അവിടെ നിൽപ്പുണ്ടായിരുന്നു അത് തീരുന്നവരെ. അപ്പോൾ ഞാനും ചേട്ടനും 8:30ക്കാണ് ഇവിടെ എത്തിയത് കേട്ടോ. എന്നിട്ട് 10:30 വരെ നമ്മളവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങി കേട്ടോ. ഇതാണ് MM ചർച്ച് എൽമസ് കോമ്പൗണ്ടിലുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. അടുത്ത വീഡിയോ കാണാം. ബൈ.